മോർണിംഗ് ബോർഡിലേക്ക് നോക്കാം. ഞാനിവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐ സാങ് എ സോങ്. ഇത് ഏത് ടെൻസ് രൂപത്തിലാണ് കിടക്കുന്നു എന്നൊന്ന് കാണാം. ഏത് ടെൻസ് രൂപത്തിലാണ് ഇവിടെ ഐ സാങ് എ സോങ് എന്നത്? അപ്പൊ ഏത് ടെൻസിലാണെന്ന് നോക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? വെർബ് നോക്കണം. വെർബ് ഏതാ? സാങ്. വെർബ് ഏതാണ്? സാങ്. സാങ് എന്ന വെർബിന്റെ ടെൻസ് എന്താണ്? സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് അല്ലേ? അപ്പോൾ ആ പ്രസന്റിന്റെ പാസ്റ്റ് രൂപമാണ് ഏതാ? സാങ്. അപ്പോൾ ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. അതിൽ സിമ്പിളാണ്, പാസ്റ്റ് സിമ്പിൾ. അപ്പൊ ഇതിന്റെ വോയിസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? നോക്കൂ, ഈ സെന്റൻസിന്റെ ഓബ്ജക്റ്റ് നോക്കുക. ഈ സെന്റൻസിന്റെ ഓബ്ജക്റ്റ് എന്താണ്? വെർബിനോട് ചോദിച്ചു നോക്കൂ. സാങ്ങിന്റെ അർത്ഥം എന്താ? പാടി. വെർബിനോട് ചോദിക്കൂ, എന്ത് പാടി? എന്താ? എ സോങ്. അതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. മനസ്സിലായി? നമ്മൾ റൂട്ട്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ പഠിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? എ സോങ്. എ സോങ്. ഇനി വെർബ് എന്ത് ടെൻസിലാണെന്ന് പറഞ്ഞല്ലോ? പാസ്റ്റ്. അത് പാസീവിലേക്ക് മാറ്റണമെങ്കിൽ ബിയുടെ ബി എന്താ? ബി നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലേ? ബി. ഈ ബിയുടെ ഡിഫറെന്റ് ഫോംസിലാണ് വരേണ്ടത്. റൂൾസ് എഴുതിയിട്ടുണ്ട്. എ സോങ്. ബിയുടെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാ? ആം, ഈസ്, വാസ്, വെയർ. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വാസ് അല്ലെങ്കിൽ വെയർ ഇവിടെ ഉപയോഗിക്കണം. എന്നാൽ ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏതാണ്? ഓബ്ജക്റ്റ് ഏതാണ്? എ സോങ്. അത് സിംഗുലർ. അതിനാൽ എന്ത് ഉപയോഗിക്കണം? വാസ്. എ സോങ് വാസ്. മനസ്സിലായോ? എ സോങ് വാസ്. മനസ്സിലായല്ലോ? അടുത്ത ഇനി എന്താ ഉള്ളത്? വെർബ്. ഈ വെർബിന് ഏത് രൂപം ഉപയോഗിക്കണം? മൂന്നാമത്തെ രൂപം ഉപയോഗിക്കണം. അതായത് പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിങ്, സാങ്, സങ്. ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? പറയൂ. സങ്. എ സോങ് വാസ് സങ്. ബൈ. എന്താ? ബൈ ഏജന്റ് ഉപയോഗിക്കണം. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഐ ആണ് സബ്ജക്റ്റ് അല്ലേ? അതിന്റെ ഓബ്ജക്റ്റീവ് രൂപം അത് ഏതാണ്? മീ. അപ്പൊ ഇതിന്റെ ആൻസർ അങ്ങനെ എഴുതി നോക്കൂ. എ സോങ് വാസ് സങ് ബൈ മീ എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.